Hello guys, welcome back to my YouTube channel. ഇന്നെന്താ പച്ചക്കറിയൊക്കെ ആയിട്ട് വന്നേക്കുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു വെരി 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 ഈസി ആയിട്ടുള്ള സാമ്പാർ ഞാൻ ചെയ്യുന്ന രീതിയാണ് കേട്ടോ. നിങ്ങൾക്ക് ബാച്ചിലേഴ്സിനൊക്കെ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. ബാച്ചിലേഴ്സിന് മാത്രമല്ല കേട്ടോ, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സാമ്പാറാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. അതിനുവേണ്ടി ഞാൻ പച്ചക്കറികളെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. എനിക്ക് ഇവിടെയുള്ള പച്ചക്കറി മാത്രമേ അരിഞ്ഞു വെച്ചിട്ടുള്ളൂ കേട്ടോ. എന്തൊക്കെയാന്ന് വെച്ചാൽ വെണ്ടയ്ക്ക, അതുപോലെ തന്നെ ഇതെന്നാണ് വിത്തുകാട്, പിന്നെ അതുപോലെ തക്കാളി, പിന്നെ അതുപോലെ തന്നെ ഇതെടുത്തിട്ടുണ്ട്, നമ്മുടെ പയറെടുത്തിട്ടുണ്ട്, സബോള എടുത്തിട്ടുണ്ട്, കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇത്ര സാധനമാണ് ഞാൻ എടുത്തേക്കുന്നത്. ഓക്കെ, ഇനി വേണ്ട സാധനം വെച്ചാൽ പരിപ്പ്. ഫസ്റ്റ് നമ്മൾ പരിപ്പ് നന്നായിട്ട് കഴുകി എടുക്കണം. ഈ വെജിറ്റബിൾസ് എല്ലാം ഞാൻ കഴുകി വെച്ചേക്കുകയാണ്. ഇനി പരിപ്പ് നമുക്ക് ഒരു കൈക്കണക്കാവട്ടോ എൻ്റെ. യെസ്, ഓക്കെ ഫ്രണ്ട്സ്, ഞാൻ പരിപ്പ് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ഈ എടുത്ത് വെച്ചേക്കുന്ന പച്ചക്കറികളെല്ലാം, ഇത് കഴുകി നല്ല വൃത്തിയാക്കി വെച്ചേക്കുന്നത്, ഇതെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളിയൊക്കെ ഞാൻ എല്ലാം ഒന്നായിട്ട് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. വേണ്ടേ, പച്ചക്കറികളെല്ലാം ഞാൻ ചേർത്ത് കൊടുത്തു. ഇനി ഇതേ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർക്കണം. വരൂ, നമ്മൾ ആവശ്യത്തിനുള്ളത് വെള്ളം ചേർത്ത് ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്ത് വേവിക്കാൻ വേണ്ടി വെക്കുകയാണ്. ഓക്കെ, നമുക്ക് സ്റ്റവ് ഓൺ ചെയ്ത് കൊടുക്കാം. മീഡിയത്തിൽ വെക്കുക കേട്ടോ. ഓക്കെ, മീഡിയത്തിൽ ഇട്ട് വേണം. ഫുള്ളിൽ വെക്കില്ല, മീഡിയത്തിൽ വെച്ചിട്ട് നമ്മൾ 2 വിസിൽ വെക്കുന്നവരെ വെയിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വന്നപ്പം വിസിലൊക്കെ അടിച്ച് ഓഫ് ചെയ്തിട്ടേക്കുമായിരുന്നു. ആവിയൊക്കെ പോയി സെറ്റായിട്ട് വെന്തിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇന്ന് കടുക് താളിക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് സ്റ്റവ് ഓൺ ചെയ്ത് കൊടുക്കാം. വെള്ളത്തിന്റെ ഫ്രിഡ്ജ് വെച്ചേക്കുമായിരുന്നു, കട്ട ചെയ്തിരിക്കും കേട്ടോ, കട്ട പിടിച്ചിരിക്കുക. അപ്പൊ ഞാൻ കുത്തി ഇടും. ഇങ്ങനെയൊക്കെ ചെയ്യാം ഗൈസ്, നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളൊക്കെ. ഇനി നമ്മൾ ചടപട നിന്ന് കടുകിട്ടു. പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഇച്ചിരി ഉലുവ, പിന്നെ അതുപോലെ തന്നെ ജീരകം, ഇതെല്ലാം എനിക്കൊരു കൈക്കണക്കാവട്ടോ. ജീരകം ഇട്ട് കൊടുത്തു. പിന്നെ എല്ലാം ചടപടേന്ന് ചെയ്യണം. ഓക്കെ, വറ്റൽമുളക് ഇട്ട് കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ ചെറിയുള്ളിക്ക് വരെ സവാള എടുത്ത് വെച്ചിട്ടുണ്ടോ, സവാള. പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളി, കറിവേപ്പില ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. സാധനം തിരിച്ചു വെച്ചാൽ പിന്നെ വേറെ വല്ല പണി. ഓക്കെ, സാമഗ്രികളെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നാണ് പൊടികൾ ചേർക്കേണ്ടത്. ഞാൻ ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി പോലെ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ, ഇച്ചിരി മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള കായപ്പൊടി. ഇതാണ് കേട്ടോ മെയിനായിട്ട്. ഞങ്ങൾ ഈ കമ്പനിയുടെയാണ്, എൻട്രിക്കോസ്. നല്ല സൂപ്പർ കായപ്പൊടി കേട്ടോ, നാട്ടിൽ കിട്ടുമെങ്കിൽ വാങ്ങിച്ചോളൂ. എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഞാൻ സാമ്പാർ പൊടി ചേർക്കാറില്ല കേട്ടോ, ഈ പൊടിയാണ് ചേർക്കുന്നത്. നല്ല ടേസ്റ്റ് ആവും കേട്ടോ.
എന്നാ ചിരിക്കുന്നേ? നിങ്ങൾ സാമ്പാർ മൊത്തം പഠിച്ചു കഴിക്കുവേ, നല്ല ടേസ്റ്റ് ആന്ന് പറഞ്ഞിട്ട്. അപ്പൊ ചിരിക്കുമ്പം എന്റെ സബ്സ്ക്രൈബേഴ്സ് എന്നാ വിചാരിക്കും? ഉടായിപ്പാന്ന് വിചാരിക്കത്തില്ലേ? നിന്റെ വീഡിയോ അല്ലെങ്കിൽ ഉടായിപ്പാന്നുള്ള എല്ലാവർക്കും അറിയാം. ഓ, ഓക്കെ, അത് മൂത്ത് വന്നിട്ടുണ്ട്. ആഹാ, നല്ലൊരു മണമായി. ഇനി നമുക്കിത് സാമ്പാറിലോട്ട് ചേർത്ത് കൊടുക്കാം. ആഹാ, എന്ത് സൂപ്പർ ആയിട്ടിരിക്കുന്നുണ്ട്. നിങ്ങളെ അങ്ങോട്ട് വെച്ച് കാണിച്ചു തരാം. ദേഹത്ത് മുട്ടരുത്, വെയിറ്റ് ചെയ്യും. ഇനി നമുക്ക് സാമ്പാറിലോട്ട് ഇതേ ചേർത്ത് കൊടുക്കാം. ആഹാ, നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. ഇനി സാമ്പാറിന്റെ ഫൈനൽ ടച്ചപ്പായ മല്ലിയില നന്നായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത്രേ ഉള്ളൂ കേട്ടോ പരിപാടി. ഓക്കേ, നമ്മുടെ സാമ്പാർ റെഡി ആയിരിക്കുകയാണ്. ഞാൻ ഇനി ശകലം ഒന്നെടുത്ത് ടേസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം നിങ്ങളെ. നല്ല അടിപൊളി ചൂട് പറക്കുന്ന സാമ്പാർ. ഞാൻ വിചാരിച്ചു ഇച്ചിരി എടുത്തിട്ട് നിങ്ങളെ കാണിച്ചു തരാന്ന്. ചൂടാട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റ്. തല്ലിപ്പൊളി സാമ്പാർ ആയാലും സൂപ്പർ ടേസ്റ്റ് ആണ്. അപ്പം കുടിച്ചോക്കട്ടെ, അഭിപ്രായം പറയുന്നോ? ആ, ഓക്കെ. നിങ്ങൾക്ക് എന്താ പറയാ, തിരക്ക് പിടിച്ചിപ്പം പല സാധനങ്ങളും വഴറ്റി ചേർക്കേണ്ട, ഒരു പ്രത്യേകം ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം സെപ്പറേറ്റ് അങ്ങനെ വഴറ്റി ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാ പച്ചക്കറികളും ഇടുക, പരിപ്പും ഇട്ടിട്ട് 2 വിസിലടിപ്പിക്കുക. എന്നിട്ട് ഇത് പൊടികൾ നമ്മൾ ഇപ്പൊ ചേർത്തല്ലോ, ആ പൊടികളെല്ലാം ഇട്ടിട്ട് വഴറ്റുക, അതിനകത്ത് ചേർക്കുക, മല്ലിയില ചേർക്കുക, ഓഫ് ചെയ്യുക. ഇത്രേ ഉള്ളൂ. നല്ല സൂപ്പർ സാമ്പാർ കേട്ടോ. സാമ്പാർ പൊടി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇങ്ങനെയാ ചെയ്യുന്നത് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും അഭിപ്രായം അറിയിക്കണം. അഭിപ്രായം അറിയിക്കാതിരിക്കരുത്. അടിപൊളിയാണ്. ഇത് ദോശയ്ക്കും അതുപോലെ തന്നെ ചോറിനൊക്കെ സൂപ്പർ സാമ്പാറാണ്. അപ്പം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ, ബൈ, സീ യു.